8 വർഷമായി വയനാട്ടിൽ പൂപ്പൊലിക്ക് തുടക്കം കുറിച്ചിട്ട് കോവിഡിന്റെ കാലത്ത് ഇടയ്ക്കൊന്ന് നിലച്ചുപോയി. പക്ഷെ എന്നാൽ നമുക്ക് സന്തോഷിക്കാനുള്ളൊരവസരം, മനസ്സിന് സന്തോഷം പകർന്നു നൽകാൻ കഴിയുന്നൊരവസരം ഒരിക്കലും ഒരു മനുഷ്യനും ലോകത്തൊരിടത്തും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒന്നാണ്. നമുക്ക് ചിലപ്പോൾ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടാവാം, അത് ജീവിതത്തിന്റെ ഭാഗം. പക്ഷെ എന്നാൽ അങ്ങനെയുള്ളപ്പോഴും ആസ്വദിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചകളെല്ലാം കാണുകയും ആസ്വദിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് ഏറ്റവും നന്നായി നമുക്കിന്ന് മലയാളക്കരയിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരിടം എന്നത് വയനാട് തന്നെയാണ്. വയനാടിന് അത്രമേൽ നല്ല ഭൂപ്രകൃതിയാണുള്ളത്. വയനാടിന്റെ സവിശേഷമായ ഭൂപ്രകൃതി എന്നുള്ളത് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒന്നാണ്. അവിടെയാണ് ഇന്ന് പൂപ്പൊലി ഒരുക്കിയിരിക്കുന്ന പ്രത്യേകതയുണ്ട്. പൂക്കളുടെ ഒരു മഹോത്സവമാണ് പൂപ്പൊലി എന്നത് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ഒരുപാടിടങ്ങളിൽ പൂക്കളുടെ ഉത്സവങ്ങൾ, പുഷ്പോത്സവങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ആ പുഷ്പോത്സവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പുഷ്പോത്സവമാണ് വയനാടിന്റെ പൂപ്പൊലി എന്ന് പറയുന്നത്. സമാനതകൾ ഏറെ ഇല്ലാത്ത ഒന്നാണ് വയനാടിന്റെ പൂപ്പൊലി. അതിന്റെ പ്രത്യേകത അമ്പലവയലിലെ കാർഷിക കോളേജിന്റെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായ ഒരു ഇടത്ത് ഈ മണ്ണിൽ തന്നെ ചെടികൾ നട്ടു വളർത്തി അത് പുഷ്പിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ലൈവായിട്ട് നിൽക്കുകയാണ്. ഒരു പുഷ്പോത്സവത്തിന് വേണ്ടി കൊണ്ടുവന്നു, പിന്നെ വീണ്ടും ഇവിടെ നിന്നെല്ലാം കൂടെ പറക്കിക്കൊണ്ട് പോകുന്ന തരത്തിലേക്കല്ല, ലൈവായി അങ്ങനെ ചെടികൾ പൂത്തു നിൽക്കുന്നത് കാണാൻ കഴിയുന്നത് അതിമനോഹരമായ കാഴ്ചയാണ്. കേവലമായി കുറെ പൂക്കൾ നിൽക്കുക മാത്രമല്ല, അപ്പൊ മയിലിനെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. അതെല്ലാം പൂക്കൾ കൊണ്ടാണ്, ചെടികൾ കൊണ്ടാണ്. ചെടിയിൽ നിന്ന് പൂക്കൾ പറിച്ചെടുത്ത് നമുക്ക് വലുതും നമ്മൾ അത്തപ്പൂക്കളങ്ങളൊക്കെ സൃഷ്ടിക്കുമ്പോൾ കാണിക്കുന്നത് പോലെ അല്ല, സസ്യങ്ങളെ തന്നെ അത്തരത്തിൽ ക്രമീകരിച്ച് അത് പുഷ്പിച്ചു നിൽക്കുമ്പോൾ ഒരു മയിലിന്റെ രൂപത്തിലേക്ക് വരുന്ന നിൽക്കുന്നത് അതിമനോഹരമായ കാഴ്ചയാണ്. ഈ പൂപ്പൊലി കാണുക എന്നുള്ളത് ഏതൊരാൾക്കും സന്തോഷം പകർന്നു നൽകുന്ന ഒന്നായിരിക്കും. വയനാടിന്റെ പൂപ്പൊലി ജനുവരി മാസം 15-ാം തീയതി വരെയായിരിക്കും ഉണ്ടാവുക. അത് പൂക്കൃഷിയുടെ ഒരു അനന്തമായ സാധ്യതയെയും കൂടി കാട്ടിത്തരുന്നുണ്ട്. നമുക്ക് കൃഷിക്കാർക്ക്, കർഷകർക്ക് കൃഷിയിടങ്ങളിൽ എല്ലായിടങ്ങളിലും അല്ലെങ്കിൽ പോലും ചിലയിടങ്ങളിൽ ആദായകരമായി പൂക്കൃഷി നടത്താൻ കഴിയുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് മറ്റ് കാർഷിക വിളകൾക്ക് കൂടി സഹായകമായി തീരും. അത് എന്റെയും ഒരു അനുഭവമാണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓണത്തിന്റെ അനുസരിച്ച് ഓണക്കാല മാർക്കറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാനൊരു 10-50 സെന്റിലോളം ഞാൻ ജണ്ടുമല്ലി കൃഷി ചെയ്ത ഒരാളാണ്. ഇതാണോ ചെയ്യേണ്ടത് മന്ത്രി എന്നൊക്കെ ചില ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ പച്ചക്കറി കൃഷിക്ക് അത് ഉപകാരമായിരുന്നു. കാരണം അവിടെ എനിക്ക് മറ്റ് കീടങ്ങളുടെ ബാധ ഒഴിവായി കിട്ടി എന്നുള്ളതാണ് അവിടെ ഉണ്ടായ ഒരു വലിയ പ്രത്യേകത. പിന്നെ എനിക്ക് അതിനകത്ത് നല്ല ആദായവും കിട്ടി. മുടക്കുമുതലിന്റെ ഇരട്ടിയിൽ കൂടുതൽ എനിക്ക് അതിനകത്തുനിന്ന് ആദായം കിട്ടിയെന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. നല്ലവണ്ണം വരുമാനം. കേരളത്തിലെ ഒരുപാട് കുടുംബശ്രീ യൂണിറ്റുകൾ, കൃഷിക്കൂട്ടങ്ങളൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിൻബലത്തോടുകൂടിയെല്ലാം പൂക്കൃഷി ഓണക്കാട് നടപ്പിലാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചില സീസണിലായാൽ പോലും നമുക്ക് മെച്ചപ്പെട്ട ഇടത്തിൽ പൂക്കൃഷിയെ കൊണ്ടുപറ്റും. ഇതിന്റെ ഒരു വിപണിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ആ വിപണി നാട്ടിലും മറുനാട്ടിലും ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ മറുനാടുകളിൽ നിന്ന് വരുന്ന പൂക്കൾ കൊണ്ടാണ് പലപ്പോഴും ആഘോഷവേളകളിൽ നമ്മൾ അതിനെ അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ചിലയിടങ്ങളിലാണെങ്കിൽ ചില മരണാനന്തര കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയും പൂക്കളുടെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഇവിടൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പൂക്കൾ ഉപയോഗിക്കാം. അതൊക്കെ പലതും ഇവിടെ തന്നെ നമുക്ക് കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ചെടിച്ചട്ടികളിലല്ലാതെ മണ്ണിൽ ഈ പൂക്കൾ വിരിയിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ അനുഭവമാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കേരളത്തിന്റെ പലയിടങ്ങളിലേക്കും പൂക്കൾ നമുക്ക് എത്തിക്കാൻ പറ്റും. അതൊക്കെ കേരള അഗ്രോ ബിസിനസ് കമ്പനി ഇക്കാര്യങ്ങൾ കൂടി ഗൌരവത്തിലെടുക്കുന്നുണ്ട്. പൂക്കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കും. അതിന്റെ സംഭരണവും സംസ്കരണവും വിപണനവും എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. ചില ഇടങ്ങളിൽ നിന്ന് നമുക്ക് ഇതിന്റെ എസൻസുകൾ നമുക്ക് വിപണിയിൽ എത്തിച്ചാൽ നല്ല വിപണി മൂല്യം ഉണ്ടെന്നാണ് കണ്ടെത്തിയത്. അതുകൂടി സർവകലാശാലയുടെ ഇക്കാര്യത്തിൽ കൂടിയൊരു പരിശോധന നടത്തണമെന്നും അതിന്റെ വിപണനം കൂടി നടക്കണം. നമ്മൾ ഈ പറയുന്ന സുഗന്ധ ഇനങ്ങൾ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നവരാണ്, കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നമുക്ക് മുല്ലപ്പൂ അടക്കമുള്ളവയുടെ മണം മലയാളിക്ക് ഏറ്റവും കൂടുതലായി ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ അതിന് അത്തരം കൃഷിയിലൂടെ ഇതിന്റെ എസൻസ് എടുത്തിട്ട് അത് വിപണനം ചെയ്യുന്നതിന്റെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കണം എന്ന് കാർഷിക സർവകലാശാലയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരം ഒരു രീതി കൂടി പൂക്കളിൽ നിന്ന് ലഭ്യമാക്കുന്നത് പ്രയോജനപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ആലോചിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ വയനാട്ടിൽ കൊയ്ത്തൊക്കെ നടന്നിരിക്കുകയാണ്. പൊതുവിപണിയേക്കാൾ കുറവാണ് സപ്ലൈകോ എടുക്കുന്നത്. അതിലിപ്പം കൃഷി വകുപ്പ് തീരുമാനം നെല്ലിന്റെ ആണോ? പൊതുവിപണിയേക്കാൾ നമ്മൾ സാധാരണഗതിയിൽ പൊതുവിപണിയേക്കാൾ നല്ല കർഷകനത് കൂടുതൽ കിട്ടുന്നതല്ല. നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നതിനേക്കാൾ വില കൂട്ടിയാണ് സപ്ലൈകോ എടുക്കുന്നത്. സപ്ലൈകോ നൽകുന്നതിന് കൂടുതൽ പൈസ കിട്ടുന്ന കർഷകർക്ക് അത് നല്ലൊരു മെച്ചപ്പെട്ട കാര്യമല്ല. നല്ല വില കിട്ടട്ടെ. അതിനേക്കാൾ കുറഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടായാൽ നമുക്ക് തീർച്ചയായിട്ടും അവർക്ക് ഈ കാര്യം അവർക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം. കേന്ദ്രം പലപ്പോഴും നമ്മൾ പറയുന്നത് അവർ ചില നിബന്ധന വെക്കുന്നുണ്ട്, ഇത്രമാത്രം എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ നെല്ലും സംഭരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ കണക്ക് കൂട്ടിയിരിക്കുന്നത്. 2 മാസത്തിനിടെ 3 കർഷകരാണ് നിലവിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് വയനാട്ടിൽ.
അതിനെ ഇപ്പം ഞാൻ ഇന്നൊരെണ്ണം അറിഞ്ഞു അന്വേഷിക്കാൻ കളക്ടറോട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നുള്ളതിനെക്കുറിച്ച്, എന്തിന്റെ ഭാഗമായിട്ടാണെന്നതിനെക്കുറിച്ച് നമ്മളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിൽ ഒരു നിലപാടുകൾ അതിന്റെ സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ സർക്കാർ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നെല്ല് സംഭരണത്തിന്റെ കാര്യമായിട്ടൊന്നും ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരു വില കുറവ് എന്നല്ല, കേന്ദ്രം നൽകുന്നതിനേക്കാൾ കൂടുതൽ പൈസ കൊടുത്തിട്ടാണ് വേറെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്തതുപോലെ നമ്മൾ സംഭരിക്കുന്നത്. സംഭരണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല നെൽകൃഷിക്കാരെ സർക്കാർ സഹായിക്കുന്നത്. അതിന്റെ വിത്ത് നൽകുന്നതിനകത്ത് സൗജന്യമായിട്ടാണ് വിത്ത് നൽകുന്നത്. ചില കുമ്മായം പോലുള്ളവ നൽകുന്നതിനകത്ത് സൗജന്യമായിട്ടാണ്. അപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ തന്നെ ഫണ്ട് വെക്കുന്ന അവസരത്തിൽ നമ്മൾ ഈ ഉഴവുകൂലി അടക്കമുള്ളവ സൗജന്യമാക്കിക്കൊണ്ട് ചെയ്യുന്നുണ്ട്. ഇത് വേറെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത തരത്തിൽ നെൽകൃഷിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും കേരളം നടപ്പിലാക്കുന്ന പദ്ധതികളാണ്. നമുക്ക് ഏതെങ്കിലും മേഖലയിൽ പ്രത്യേകമായി നമ്മൾ ഇടപെടേണ്ടതുണ്ടെങ്കിൽ പരിശോധിച്ച അക്കാര്യം ഇടപെടുന്നതായിരിക്കും. അല്ല, അത് എന്തുകൊണ്ടാണെന്നുള്ളതിനെ കുറിച്ചാണല്ലോ അന്വേഷിക്കാൻ വേണ്ടി കളക്ടറെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആ കടം വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. നെല്ലിന്റെ കാര്യത്തിൽ വിലയുടെ നമ്മൾ വേറെ എവിടെയും ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വില നമുക്ക് കേരളത്തിൽ ലഭ്യമാവുന്നുണ്ട്. ഞാൻ എനിക്ക് നേരിട്ട് അവരെ കിട്ടിയിട്ടില്ല. എന്റെ ഓഫീസിൽ നിന്ന് കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്.